അസ്മ ഗസ്റ്റ് വന്നിട്ടുണ്ടോ? ഓ വന്നിട്ടുണ്ട്, തുടങ്ങിക്കോ. ഏറെ വർഷങ്ങളായി വിദ്യാർത്ഥി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് യങ് എബുലന്റ് സ്റ്റുഡൻസ് യെസ് ഇന്ത്യ. ഈ ഒരു സംഘടനയുടെ ഭാഗമായി വ്യത്യസ്ത തരം പ്രൊജക്റ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. എക്സൽ ഇന്ത്യ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലെ ഒന്നാം തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അറിവ് നൽകി അവരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് പഠിക്കാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസിനെ ഉയരങ്ങളിൽ എത്താൻ സഹായിക്കുന്ന ഒരു സംഘടനയാണ് യെസ് ഇന്ത്യ. അതായത് യെസ് ഇന്ത്യയുടെ എക്സൽ ഇന്ത്യ പ്രൊജക്റ്റ്. സിവിൽ സർവീസിന് വേണ്ടി CS ഫോക്കസ്, ബീച്ചിലും ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ള വൾണറബിൾ സെക്ടറിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് അവരെ പഠനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ അക്ഷര സമുദ്രം എന്നീ പ്രൊജക്റ്റുകളിൽ വളരെ ശ്രദ്ധേയമാണ് യങ് എബുലന്റ് സ്റ്റുഡൻസ്. യങ് എബുലന്റ് സ്റ്റുഡൻസിന്റെ എക്സൽ ഇന്ത്യയുടെ സ്റ്റഡി സർക്കിളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫുഡ് സയൻസിന്റെ സ്റ്റഡി സർക്കിളിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഇളയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റും നമ്മുടെ മെന്ററും മുഹമ്മദ് നാസിഹ്, MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അറ്റ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. UG പഠിക്കുന്ന കാലത്ത് പഠന മികവിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് മുഹമ്മദ് നാസിഹ്. യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. ഇദ്ദേഹത്തെ ഇത്രയും പ്രഗതിയുള്ള ഒരാളെ നമുക്ക് ഗസ്റ്റായി കിട്ടിയതിൽ സംഘടനയുടെ ഭാഗമായി സന്തോഷവും അത് കേൾക്കുന്ന നിങ്ങൾക്കും വേണ്ടി ആശംസകളൊക്കെ അർപ്പിക്കുന്നു. ഇന്ന് നമ്മളോട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MSc ഫുഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കാൻ വേണ്ടി മുഹമ്മദ് നാസിഹിനെ ക്ഷണിച്ചു നിർത്തുന്നു. അദ്ദേഹത്തിന്റെ സെഷന് ശേഷം ഒരു Q&A സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചാറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. I hand over power to Mr. Muhammad Nasih. Please welcome. ഓക്കെ, താങ്ക് യു. ഹലോ കേൾക്കുന്നില്ലേ? ഹലോ. ഓ കേൾക്കുന്നുണ്ട്, പറയാം. ഓക്കെ, ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഹലോ, വിസിബിൾ ആണോ? ഓ കാണുന്നുണ്ട്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അത് ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് നാസിഫ്. ഞാൻ സെക്കൻഡ് ഇയർ MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഇയർ കംപ്ലീറ്റ് ചെയ്താണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, അപ്ലിക്കേഷൻ ആൻഡ് എൻട്രൻസ് എക്സാമിന്റെ സിലബസ്, അതുപോലെ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതേപോലെ തന്നെ അവിടുത്തെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളെ കുറിച്ചാണ്. അതിനുമുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളെ ഫുഡ് ടെക്നോളജിയെ പറ്റിയും അതിന്റെ ജസ്റ്റ് ഒരു കരിയറിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഹലോ 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 കേൾക്കുന്നില്ല? ഒന്ന് റെസ്പോണ്ട് ചെയ്തു. നെറ്റ്വർക്ക് കുറവാണ്, അതുകൊണ്ടാണ്. ഓക്കെ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി BSc ടെക്നോളജി പഠിക്കുന്നവരും BSc കഴിഞ്ഞാൽ MScക്ക് വേണ്ടി അഡ്മിഷൻ ശ്രമിക്കുന്നവരും അതേപോലെ തന്നെ എന്താണ് ഒരുപാട് കൺഫ്യൂഷനിൽ നിൽക്കുന്നവരാണ്. ഒന്നാമത് നമ്മുടെ എന്താണ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് പലരും BSc എടുത്തിട്ടുള്ളത് ചിലപ്പോൾ സ്കോപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നവരായിരിക്കും, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്ലിക്കേഷൻ വന്നിട്ട് ജസ്റ്റ് അഡ്മിഷൻ കിട്ടിയത് കൊണ്ട് ചേർന്നവരുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഈ ഫീൽഡിനെ ഇഷ്ടപ്പെട്ട് വന്നവരുണ്ടാവും. പക്ഷെ ഞാൻ ഈ ഇന്ററാക്റ്റീവ് സെഷൻ കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും അതേപോലെ തന്നെ എന്താണ് എൻ്റെ കുറച്ച് അനുഭവങ്ങൾ മാത്രമാണ് പകർത്തുന്നത്, അല്ലാതെ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഉപദേശമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ BSc കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഒരു 6000 അല്ലെങ്കിൽ 8, 10, 12, 14, 15 പോലെയുള്ള സാലറികളിൽ നല്ലൊരു ജോബ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജോബാണോ വലുത്, അല്ലെങ്കിൽ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണോ വലുത്, അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് എടുക്കണോ, മാസ്റ്റേഴ്സ് എടുക്കുന്നതിനേക്കാൾ നല്ലത് 2 കൊല്ലം ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നല്ല, അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷനിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, ആർക്കെങ്കിലും കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ കഴിവുണ്ടെങ്കിൽ മാക്സിമം മാസ്റ്റേഴ്സ് തന്നെ എടുക്കാൻ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഇന്നത്തെ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഫീൽഡ് PDF വരെ ഉണ്ട്. PDF എന്ന് വെച്ചാൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോ, ദാറ്റ് ഈസ് BSc MSc അതേപോലെ തന്നെ എന്താണ് BSc MSc PhD, അത് കഴിഞ്ഞിട്ടാണ് PDF വരുന്നത്. അപ്പോൾ ഇത്രയും നീണ്ട ഫീൽഡിൽ നിങ്ങൾ +2 വരെ ഒരു സ്ട്രീം കഴിഞ്ഞു, 10 വരെ ഒരു സ്ട്രീം, ദെൻ +2 നിങ്ങളുടെ BSc ഫുഡ് ടെക്നോളജി സെലക്ട് ചെയ്തു. ശരിക്കും BSc ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, അവിടെ സ്റ്റാർട്ടിംഗ് ആണ്, എൻട്രി ലെവലാണ് BSc ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് അക്കാദമിക് ആയിരിക്കും, അതേപോലെ തന്നെ എന്താണ് നോൺ അക്കാദമിക് ആയിട്ടും ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ ബാക്കിയാണ്. നിങ്ങൾ BScയിൽ ജസ്റ്റ് എൻട്രിയിൽ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ CVയിൽ BSc ഫുഡ് ടെക്നോളജി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡ് ഞാൻ പറഞ്ഞില്ലേ PDF വരെയുള്ള ഫീൽഡാണ്. അപ്പോൾ അതിൽ ഏറ്റവും ലോവർ ക്വാളിഫിക്കേഷൻ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, നേടിയിട്ടുള്ളൂ. ഒരുപാട് ഇനിയും ബാക്കിയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഹലോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ല ക്ലിയർ ആണ്. ഓക്കെ താങ്ക് യു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം മാസ്റ്റേഴ്സിന് ട്രൈ ചെയ്യുക. അത് ഞാൻ ഒരിക്കലും സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ CFTRI അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നത് അവിടെ നിങ്ങൾ മാക്സിമം മാസ്റ്റേഴ്സ് എടുക്കുക. അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ അക്കാദമിക്കായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസും കിട്ടുന്ന ആ ഒരു 2 വർഷമാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് മിസ് ചെയ്യാണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം ജസ്റ്റ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നമ്മുടെ കരിയറിനെ കുറിച്ച് പറയാം. അതിനുശേഷം പോണ്ടിച്ചേരി അഡ്മിഷൻ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം. ബ്രാഞ്ചസ് ഓഫ് ഫുഡ് സയൻസ്, ഒരാൾ ഫുഡ് സയൻസ് ആണ് പഠിക്കുന്നത് ചോദിക്കുന്ന സമയത്ത് നമ്മളെന്താണ് ഒരു ഇൻഡസ്ട്രി എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് ചെറിയൊരു ഫീൽഡ്. അതല്ല, നമ്മൾ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള വലിയൊരു ഫീൽഡിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഫുഡ് കെമിസ്ട്രി, ഫുഡ് ടെക്നോളജി. ആക്ച്വലി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈമാണോ? അല്ല, ശരിക്കും 2ആണ്. ഫുഡ് സയൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡിയാണ്, നമ്മൾ അതിലൊരു കോമ്പോണൻസിന് അതിൻ്റെ ന്യൂട്രീറ്റീവ് ഫങ്ഷൻ, ന്യൂട്രീറ്റീവ് വാല്യൂ, അങ്ങനത്തെ അതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ഫുഡ് സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫുഡ് സയൻസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓരോന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസും ഫുഡ് സയൻസിൽ ഓരോ പ്രിൻസിപ്പിളും ഞങ്ങൾ പ്രോസസ്സിങ്ങിലും പ്രിസർവേഷനിലും യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതെന്തായിട്ട് മാറുന്നുള്ളൂ, ഫുഡ് ടെക്നോളജി ആയിട്ട് അത് മാറുന്നുള്ളൂ. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഫുഡ് കെമിസ്ട്രി, ഫുഡ് എഞ്ചിനീയറിംഗ്, ഫുഡ് മൈക്രോബയോളജി, സെൻസറി, ഫുഡ് പ്രോസസ്സിംഗ്, ഇങ്ങനത്തെ വലിയൊരു ഫീൽഡിൽ തന്നെയാണ് നമ്മൾ എത്തിയത്. നമുക്ക് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നെക്സ്റ്റ്, ഹൗ ടു ബിക്കം എ ഫുഡ് സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിസ്റ്റ്. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ് ആവാൻ പറ്റും, അല്ലെങ്കിൽ ഫുഡ് സയന്റിസ്റ്റ് ആവാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ സ്റ്റെപ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിലാണുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ BSc സ്റ്റാർട്ട് ചെയ്തു, അത് തന്നെയാണ് അതിന്റെ ഫസ്റ്റ് BSc ഫുഡ് ടെക്നോളജി കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, അതും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം മാസ്റ്റേഴ്സ് PhD നിങ്ങളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. PhD ഞാൻ ഒരിക്കലും മെൻഡേറ്ററി പറയുന്നില്ല, പക്ഷെങ്കിൽ ഒരു മെൻഡേറ്ററിയുടെ അടുത്ത് ഞാൻ എന്ത് പറയുന്നുണ്ട്, PG പറയുന്നുണ്ട്. മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ മാസ്റ്റേഴ്സിന് തന്നെ ട്രൈ ചെയ്യുക. അതിനുശേഷം ജോബോ അല്ലെങ്കിൽ PhD അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ ഒരു 2 സ്റ്റെപ്സും കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാമത്തെ ചെയ്യേണ്ട ഒരുപാട് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വർക്ക്ഷോപ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. HACCP ലെവൽ 3 പോലെ, അല്ലെ ISO പോലെ, ഫുഡ് സേഫ്റ്റി ലെവൽ 4 പോലെ ഒരുപാട് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്, ഒരുപാട് വർക്ക്ഷോപ്സ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് നോളജ് നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് ഒരു ഫുഡ് സയന്റിസ്റ്റിന് വേണ്ട അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിസ്റ്റിന് വേണ്ട റിക്വയർമെന്റ്സ് എന്താണ്
അനലിറ്റിക്കൽ മെത്തേഡ്സും ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യേണ്ട ഇൻഡസ്ട്രിയിൽ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നല്ലൊരു നോളജ് ഉണ്ടായിരിക്കുക. ഈ നോളജ് നമുക്ക് എവിടുന്നാണ് കിട്ടുക? ഞാൻ പറഞ്ഞു BSc MSc. അവിടെ നമുക്ക് ഒരുപാട് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസും കിട്ടും. പ്രൊജക്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നോളജ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താണ് ഒരുപാട് അഡൾട്രേഷൻ ഡിറ്റക്ഷൻ ടെസ്റ്റ്, ഒരുപാട് ഡ്രയേഴ്സ്, എന്താണ് ബോയിലേഴ്സ്, ഗ്രൈൻഡിങ് എക്യുപ്മെന്റ്സ്, ക്ലീനിങ്, അങ്ങനത്തെ ഒരുപാട് എക്യുപ്മെന്റ്സുമായിട്ട് നമുക്ക് ഫ്രണ്ട്ലി ആവാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ നോളജ് നമുക്ക് നേടാൻ പറ്റും. ആസ് എ ഫുഡ് ടെക്നോളജിസ്റ്റ് നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? നമ്മൾ എന്ത് ചെയ്യുക? സേഫ് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂമേഴ്സിൽ എത്തിക്കുക. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യുക? ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിലെ ഫുഡ് കൺസ്യൂം കഴിഞ്ഞാൽ അതിപ്പോൾ അൺസേഫ് ആയിട്ട് മാറുന്നതാണ് ഹസാർഡ്സ് വരുന്ന സമയത്താണ്. അപ്പോൾ വീട്ടിലെ ഫുഡിൽ ഇപ്പോൾ ഹസാർഡ്സ് ആയിട്ട് കൂടുതലായിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഫിസിക്കൽ ഹസാർഡ്സ് ഉണ്ടാവും, കെമിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ് ഉണ്ടാവും, മൈക്രോ ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏത് ഹസാർഡ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്? ബയോളജിക്കൽ ഹസാർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീൽഡാണ് ഫുഡ് മൈക്രോ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് മൈക്രോ ബയോളജി ആയിട്ടും ഫുഡ് കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ എക്സ്പെർട്ടൈസ് ആയിട്ട് മാറണം. ഈ എക്സ്പെർട്ടൈസ് ആയിട്ട് മാറാൻ കഴിയപ്പോഴാണ് നമ്മൾ മാസ്റ്റേഴ്സ് എടുക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എനിക്കറിയാം. നമ്മുടെ ഫുഡ് മൈക്രോ ബയോളജി, നമ്മുടെ പ്യുവർ ഫുഡ് ടെക്നോളജി പഠിക്കുന്ന ആൾക്ക് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ വളരെ 2 സെമസ്റ്ററിൽ മാത്രം 2 തിയറി പേപ്പേഴ്സാണ് ഫുഡ് മൈക്രോ ബയോളജി എന്ന് പറയുന്ന ഒരു പേപ്പറിനുള്ളത്. പക്ഷെങ്കിൽ എന്താണ്, നമുക്ക് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മൾ ഫുഡ് സേഫ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് തടയേണ്ട എന്താണ്? ബയോളജിക്കൽ ഹസാർഡ്സ് ആണ് നമ്മൾ തടയേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ അതിൽ എക്സ്പെർട്ട് ചെയ്യണം. മൈക്രോ ബയോളജി എന്ന് പറഞ്ഞ ഫീൽഡ് ഒരുപാട് ടെസ്റ്റ്, ഗ്രാം സ്റ്റെയിനിങ്, ഏതൊക്കെ മൈക്രോ ഓർഗാനിസം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എക്സ്പെർട്ടായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമ്മളെ BScയിൽ എന്തില്ല? നമുക്ക് എന്താണ്? പ്രാക്ടിക്കൽ ഇല്ല. ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നതിൽ പ്രാക്ടിക്കൽ മൈക്രോ ബയോളജി വരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. 3 വർഷം മുമ്പ് ഇല്ലായിരുന്നു. ആകെ 2 തിയറി പേപ്പേഴ്സ് മാത്രമാണ് ഉള്ളത്. പക്ഷെങ്കിൽ അത് എന്താണ്? ഫുഡ് മൈക്രോ ബയോളജി പ്യുവർ ആയിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബയോടെക്നോളജി ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എന്തുണ്ട്? ഈ മൈക്രോ ബയോളജി പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ മൈക്രോ ബയോളജി ആയിട്ട് എന്താണ് കുറച്ച് അടുക്കാൻ പറ്റുന്നത് മാസ്റ്റേഴ്സ് ആണ്. മാസ്റ്റേഴ്സിൽ നമുക്ക് 4 സെമസ്റ്ററിൽ 2 സെമസ്റ്ററിലും മൈക്രോ ബയോളജിക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ എന്താ? PCR ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ഫുഡ് സയന്റിസ്റ്റ് എന്നുള്ള ഏറ്റവും വലിയൊരു എന്താണ് റിക്വയർമെന്റ് ആണ് നോളജ് ഉണ്ടാകുക. അതേപോലെ തന്നെ എന്താണ്? എക്സ്പെർട്ടൈസ് ആയിട്ട് ഇങ്ങനത്തെ ഫുഡ് കെമിസ്ട്രി പോലെയുള്ള ഫുഡ് മൈക്രോ ബയോളജി പോലെയുള്ള സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആവുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം മാസ്റ്റേഴ്സ് തന്നെ ട്രൈ ചെയ്യുക. പിന്നെ ഒരുപാട് സ്കിൽസ് ഉണ്ട്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ക്രിട്ടിക്കൽ തിങ്കിങ്, ഒബ്സർവേഷൻ, ഡാറ്റ അനാലിസിസ്, ഡിസിഷൻ മേക്കിംഗ്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് എനിക്ക് ഇന്റഗ്രേഷൻ അറിയില്ല, അതേപോലെ തന്നെ എന്താണ് ഡിഫറൻസിയേഷൻ അറിയില്ല, അതൊന്നുമല്ല. നമുക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ടൂൾസ് മാത്രമാണ്. എന്താണ്? ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള അതേപോലെ തന്നെ സിഗ്മ, വേരിയൻസ് പോലുള്ള ഒരുപാട് മാത്തമാറ്റിക്സ് ടൂൾസ് ഉണ്ട്. ഇതൊക്കെ ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് ടെക്നോളജിക്ക് ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൂൾസുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനത്തെ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷൻ, അറ്റ്ലീസ്റ്റ് എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുക. ഈ ഒരു സെഷൻ ഞാൻ സ്പീഡിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹലോ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഹലോ ഹലോ പ്രശ്നമില്ലല്ലോ? ഇല്ല കുറച്ച് നേരത്തെ ഒരു കട്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് കട്ടാകുമെന്ന് പറയണം. ഓക്കെ. നെക്സ്റ്റ് ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ആണ് സ്കോപ്പ് ആൻഡ് കരിയർ. നമ്മൾ നമുക്ക് ഫുഡ് ടെക്നോളജിസ്റ്റ് പറഞ്ഞ ഒരു ഫുഡ് ഇൻഡസ്ട്രി മാത്രമാണോ? അല്ല, ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരു വലിയ ഫീൽഡിൽ തന്നെയാണ് നമ്മളുള്ളത്. ഒരു ഫുഡ് ഇൻഡസ്ട്രി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഫോർ ആൻ എക്സാമ്പിൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ, ക്വാളിറ്റി അനലൈസർ, ക്വാളിറ്റി കൺട്രോളർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ, സെൻസറി അനാലിസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫീൽഡിൽ, അതേപോലെ തന്നെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഫീൽഡിൽ, അതേപോലെ തന്നെ ഓൾറെഡി അവർ ചെയ്യുന്ന ഫുഡ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ മാത്രം ഒരു ഫുഡ് ടെക്നോളജിസ്റ്റിന് വേണ്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു പാക്കേജിംഗ് ഇൻഡസ്ട്രി, അത് ഫുഡ് പാക്കേജിംഗ് തന്നെ ആവണമെന്നില്ല, ഒരു പാക്കേജിംഗ് ഇൻഡസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ക്വാളിറ്റിയിൽ, അവരുടെ സേഫ്റ്റിയിൽ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ അവിടെയും നമുക്ക് ഓപ്പണിങ്സ് ഉണ്ട്.
പിന്നെ എന്താണ് ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടത്തുക, ഡോക്യുമെന്റേഷൻ പോലെയുള്ള ഓരോ ഫുഡ് ഇൻഡസ്ട്രി, അതേപോലെ തന്നെ എന്താണ് ഒരു രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഓപ്പണിങ്സ് ചില സമയത്ത് വരുന്നതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് ഫീൽഡിൽ തന്നെ പെട്ടതാണ്. പിന്നെ ടീച്ചിങ് എന്താ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഫീൽഡിൽ തന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി വളരെ നല്ലൊരു ഫീൽഡും കൂടിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ജോബ്സ്, ഫുഡ് അതോറിറ്റീസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, യൂണിവേഴ്സിറ്റി ചെയ്യാൻ പറ്റും. അത് ഗവൺമെന്റ് ഫണ്ടിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യും. നമ്മുടെ ഫുഡ് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീൽഡല്ല, വളരെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പല കട്ടാവുന്നുണ്ട്. കോഴ്സിനെ സെലക്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരെക്കാട്ടും എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു കട്ടാവുന്നുണ്ടോ? ആ ഹലോ, ചെറുതായിട്ട്. അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ഗവൺമെന്റ് സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആൾക്കാരെന്ന് നമ്മളെന്ന് പറയുന്നത്. പിന്നെ ഹൊറീക്ക എന്ന് വെച്ചാൽ ഹോസ്റ്റൽസ്, റെസ്റ്റോറന്റ് ആൻഡ് കഫേ ആണ്. അപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവിടെയുണ്ട്. ഹൈജീൻ ഓഫീസറായി എൻട്രി ചെയ്യാൻ പറ്റും, ഫുഡ് സേഫ്റ്റി ഓഫീസറായി എൻട്രി ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓപ്പണിങ്സ് വരും. പിന്നെ ടെക്നിക്കൽ സെയിൽസ്, ടെക്നോളജി. ഹലോ, പിന്നെ സെയിൽസിലാണ് ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ് ഒരു ഫുഡ് ഇൻഗ്രീഡിയന്റോ അല്ലെങ്കിൽ ഒരു ഫുഡോ സെയിൽ ചെയ്ത് പോകുന്നതായിരിക്കും ബാക്കിയുള്ള ഒരു സാധാരണ ഒരു നോളജ് ഇല്ലാത്ത ആൾക്കാർ സെയിൽ ചെയ്യുന്നത് അല്ല, ഒരിക്കലും അല്ല. നമുക്ക് അതിനെക്കുറിച്ച് അതെങ്ങനെയൊക്കെയാണ് നമുക്ക് സേഫ് ആയിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക, അത് ഏത് ടെമ്പറേച്ചറിൽ എത്തിക്കണം, ഏതാണ് അതിന്റെ പ്രോസസ്സിംഗ് കണ്ടീഷൻ, ഇതൊക്കെ കൂടുതൽ നോളജ് ഉള്ള ആൾക്കാരാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കൂടുതലായിട്ട് ഈ എന്റർപ്രണർഷിപ്പിലേക്കും ഫുഡ് ബിസിനസ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് ആര്, ഫുഡ് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു സാധാരണ ഒരാൾക്കാർ ചെയ്യുന്ന ഫുഡ് ബിസിനസ് ആയിരിക്കില്ല ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ് ചെയ്യുന്നത്, ആയിരിക്കരുത്. കാരണം ആ ഒരു ഡിഫറൻസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. നെക്സ്റ്റ് കൺസൾട്ടൻസീസ്, ഒരാളൊരു പുതിയൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് നോളജ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. എങ്ങനെ ഒരു ഫുഡ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ സ്റ്റാൻഡേർഡ്സ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺസൾട്ടൻസി എന്ന് പറയും ഇങ്ങനത്തെ ഒരുപാട് ഇത്രയും കാര്യങ്ങൾ, ഇത്ര വലിയൊരു ഫീൽഡിലാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെ നമുക്ക് അഡ്മിഷൻ നേടാം, അവിടുത്തെ മാസ്റ്റേഴ്സിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ, ഇതാണ് എന്റെ മെയിൻ ടോപ്പിക്. അതിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇയർ ഒക്കെ കണ്ടിട്ട് ഹിസ്റ്ററി ഒന്നല്ല, ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഏകദേശം 1985 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള 850 ഏക്കറിന് മുകളിൽ സ്ഥലമുള്ള വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ്. എന്ന് വെച്ചാൽ ഒരിക്കലും ഇവിടെ അഡ്മിഷൻ കിട്ടാത്തവരെ കൊതിപ്പിക്കുന്നൊന്നുമല്ല, പക്ഷെങ്കിൽ എന്താണ് വളരെ നല്ലൊരു ക്യാമ്പസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രൈ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ കിട്ടിയ സ്ഥലത്ത് സബ്ജക്ട് വൈസിലും അല്ലാതെയും എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുക, വീണ്ടും എടുത്ത് പറയുകയാണ്. ഓക്കെ, അപ്പോൾ 6500 മുകളിൽ എന്താണ് PhDയും PGക്കാരുമായിട്ട് മൊത്തം സ്റ്റുഡൻസ് ഉള്ള വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും, തൊട്ട മുന്നിലുള്ള ബ്ലൂ പാർട്ട് എന്ന് പറയുന്ന കടലാണ്, തൊട്ട മുന്നിൽ കടലായിട്ടുള്ള നമുക്ക് വളരെ നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഞാനൊരു എൻ്റെ ഒരു വാക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി വിച്ച് ഹാസ് ടു ബി എക്സ്പ്ലോർഡ് ആൻഡ് യൂട്ടിലൈസ്ഡ്. ഓക്കെ, എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, യൂണിവേഴ്സിറ്റി നമുക്ക് നൽകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ലൈബ്രറി എന്ന് കേൾക്കുന്ന സമയത്ത് ഞാൻ BSc ലൈബ്രറി കയറിയില്ല, ഞാൻ MSc എന്നുള്ള ഒരു എന്ത് ചെയ്യും ഡൗട്ട് നമുക്ക് വരും. പക്ഷെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് മാസ്റ്റേഴ്സ് ആണ്. മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോജക്റ്റ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തീസിസ് അല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ്, ജേർണൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെയുള്ള ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻസ് ഉള്ള പ്രിന്റഡും അല്ലാതെയും ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻസ് ഉള്ള വളരെ നല്ല ലൈബ്രറിയാണ്. റിമോട്ട് ആക്സസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യാൻ പറ്റും, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവിടെ ഏതൊക്കെ ബുക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത ബുക്സിന്റെ ഡ്യൂ ഡേറ്റ് എന്താണ്, അതുപോലെ തന്നെ
നിങ്ങൾക്ക് എങ്ങനെ ആ ബുക്സ് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അതിന്റെ ഡ്യൂ ഡേറ്റ്, കാര്യങ്ങൾ, ആ ബുക്സിന്റെ ഇൻഫർമേഷൻ, ഓതർ ഇൻഫർമേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ലൈബ്രറി സെറ്റപ്പാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. പിന്നെ AC റീഡിംഗ് ഹാള്, AC കോമ്പറ്റീറ്റീവ് എക്സാം ഹാള്, AC ഡിസ്കഷൻ റൂം. ദാറ്റ് ഈസ് ഒരാൾക്ക് ഇപ്പം PSC അല്ലെങ്കിൽ IAS IPS പോലെയുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ അവർക്ക് ശാന്തമായിട്ട് ഒരു AC കോമ്പറ്റീറ്റീവ് ഹാൾ വേണമെങ്കിൽ അത് നമ്മുടെ യൂണിവേഴ്സിറ്റി നൽകും. അതേപോലെ തന്നെ നല്ല ബഹളം വെച്ച് ഡിസ്കഷൻ ചെയ്ത് നമുക്കൊരു എക്സാമിന് വേണ്ടിയിട്ടോ മറ്റോ പഠിക്കണമെങ്കിൽ അതിനുള്ള ഒരു സെപ്പറേറ്റ് റൂം ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാസ്കറ്റ് ബോൾ കോർട്ട്, ഫുട്ബോൾ സ്റ്റേഡിയം, 24 hours വൈഫൈ നമ്മളെ ക്യാമ്പസിലും ഇൻസൈഡ് ദ ക്യാമ്പസും അതേപോലെ തന്നെ ഹോസ്റ്റലിന്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് 24 hours വൈഫൈ ഉണ്ട്. യൂണിവേഴ്സിറ്റിക്ക് സ്വന്തം, ഞാൻ കഴിഞ്ഞ ഈ ഒരു പിക്ചറിൽ കാണിച്ചതാണ്, യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് ബീച്ച് ഉണ്ട് എന്ന് പറയാം. തൊട്ട മുന്നിൽ തന്നെ ഫസ്റ്റ് ഗേറ്റിന്റെ തൊട്ട മുന്നിൽ നമുക്ക് ബീച്ച് ഉണ്ട്. അതേപോലെ തന്നെ 24 hours ഹെൽത്ത് സെന്റർ ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. അഡ്മിഷൻ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഈ ഇയർ BSc കഴിഞ്ഞ ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. BSc ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. BSc കഴിഞ്ഞവർ ഓൾറെഡി അപ്ലിക്കേഷൻ കൊടുത്തവരായിരിക്കും. 14-ാം തീയതി ആയിരുന്നു ഡെഡ് ലൈൻ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 20 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യാത്തവർ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. ചെയ്തവർ മാക്സിമം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിന്റെ ടിപ്സും കാര്യങ്ങളും എനിക്കറിയുന്ന ടിപ്സും കാര്യങ്ങളും ഞാൻ ഇത് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ www.ponduni.edu.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത്. അപ്പോൾ 2 കോഴ്സസ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയും MSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനും. അതിൽ FST എന്ന് പറയുന്നത് 22 സീറ്റാണുള്ളത്. FSN എന്ന് പറയുന്നത് 50 സീറ്റാണുള്ളത്. അപ്പോൾ ഒരാൾ FSNും FSTയും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. ആ 600 രൂപ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് പേയ്മെന്റ് നടത്തി രണ്ടിനും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. പക്ഷേ ഈ ഇയർ മുതൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു, സെപ്പറേറ്റ് ആയിട്ട് എക്സാം ഉണ്ടാവും, 2 ഡിഫറെന്റ് ടൈമിൽ എക്സാം ഉണ്ടാവും. അതേപോലെ തന്നെ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ്, അതാണ് ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ഈ ഇയർ മുതൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. പക്ഷെ ഒരു കോമൺ എക്സാം ആണ് നിങ്ങൾ രണ്ടുപേരും അറ്റൻഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ്, മനസ്സിലായില്ലേ? ഒരു സെപ്പറേറ്റ് ആയിട്ട് 2 കോഴ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. പക്ഷെ നിങ്ങൾ ഒരു എക്സാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. പക്ഷെങ്കിൽ ആ അപ്ലൈ ചെയ്തതിനനുസരിച്ച് 2 സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അത് വെച്ചിട്ടാണ് നിങ്ങളെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വരിക എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് എക്സാംസ് ആണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡേറ്റും ടൈമും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നത് 2-ാം തീയതി 12:30 to 2:30 ആ ഒരു ടൈമിലാണ് എക്സാം ഫിക്സ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഫുഡ് ടെക്നോളജി, FSNും FSTയും. ഓക്കെ, പിന്നെ എക്സാം സെന്റേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ വർഷം ആ ഒരു ഇഷ്യൂ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കും. കാരണം നമ്മൾ 5 സെന്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ 5 സെന്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ തന്നെ കോഴിക്കോട് കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഒരു 4-5 സെന്റേഴ്സ് കോഴിക്കോട് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ കഴിഞ്ഞ വർഷം അതൊരു സെന്ററായിട്ട് വെട്ടിച്ചുരുക്കുകയും അതേപോലെ തന്നെ ഇപ്പൊ കോഴിക്കോട് കൊടുത്ത ഒരാൾക്ക് കോയമ്പത്തൂർ കിട്ടുക, അങ്ങനെ ചെറിയൊരു ഇഷ്യൂസ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഹൈക്കോർട്ട് വരെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്താണ് സെന്ററിനെ കുറിച്ച് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നേടാൻ പറ്റുക. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവും. ആ റിപ്പോർട്ടിംഗ് ടൈമിൽ നിങ്ങൾ അവിടെ എടുത്തുക. ഇപ്പോൾ 12:30 എന്നാണ് എക്സാം ടൈമെങ്കിൽ കറക്റ്റ് 12:30 നിങ്ങളുടെ സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻസ് വരും. 2:30 ആണ് എക്സാം കഴിയുന്നെങ്കിൽ കറക്റ്റ് 2:30 ആ എക്സാം കഴിയുകയും ചെയ്യും. അതിന് മുമ്പ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പക്ഷെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും എക്സാം ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാം. അതേപോലെ തന്നെ അറിയാത്ത ഉത്തരം ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആ ഒരു കഴിവ് നമുക്ക് ഫെസിലിറ്റി നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആകുന്ന സമയത്ത് ഉണ്ടാവും. പക്ഷേ നമ്മൾ OMR ഷീറ്റ് ആകുന്ന സമയത്ത് നമുക്കറിയാലോ, ഒരു ബബിൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് മാറ്റിയതല്ല, ഒരുപാട് വർഷങ്ങളായി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 മണിക്കൂർ കൊണ്ട് എത്ര പ്രാവശ്യമാണ് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ സ്കിപ്പ് അടിക്കാനും പറ്റും. പക്ഷെങ്കിൽ കറക്റ്റ് ഈ 2 മണിക്കൂറിൽ എക്സാം കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് എക്സാമിന് അപ്ലൈ ചെയ്തവർ അല്ലെങ്കിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നവർ ലൈറ്റ് ആവാതെ കറക്റ്റ് ടൈമിൽ റിപ്പോർട്ട് ചെയ്ത് കറക്റ്റ് ടൈമിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ എൻട്രൻസ് എക്സാമിന്റെ പാറ്റേൺ എന്തൊക്കെയാണ്, ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്തൊക്കെയാണെന്ന് പറയുന്നത്.
100 MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അതിൽ 2 മണിക്കൂറാണ് ടൈം വരിക. ഓരോ കറക്റ്റ് ആൻസേഴ്സിനും 4 മാർക്ക് ഉണ്ടാവും. റോങ് ആൻസേഴ്സിനും 1 മാർക്ക് വെച്ച് ഡിഡക്റ്റ് ആവുന്നതായിരിക്കും. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെ നോക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതി. ഒരുപാട് മോക്ക് ടെസ്റ്റും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ 400 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നത്. അതിൽ എത്ര മാർക്ക് നമ്മൾ നേടുന്നതനുസരിച്ച് അതിനനുസരിച്ച് നമ്മുടെ റാങ്ക് വരിക. കട്ട് ഓഫ് എന്ന് പറയുന്ന പരിപാടി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇല്ല. ഇപ്പോൾ ഒരാൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 400 ഒരാൾ 250 മാർക്കാണെന്ന് കണ്ടെത്തി. എന്താണ് NSRC വന്നപ്പോൾ അല്ലെങ്കിൽ സ്കോർ കാർഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് 250 മാർക്കാണെങ്കിൽ എനിക്ക് ഇത്ര റാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് റാങ്ക് ഉണ്ടാവില്ല, അതൊരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഈ എക്സാമിന് നടത്തുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു കഴിവിനനുസരിച്ചാണ് നമ്മുടെ റാങ്ക് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 250 ടോപ്പർ, നിങ്ങൾ ഒരാളായിരിക്കും ടോപ്പർ. അപ്പോൾ ടോപ്പർ 250 സ്കോർ ചെയ്തെങ്കിൽ അതിനനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് വരിക. ആ 240 ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർക്ക് നല്ല റാങ്ക് ഉണ്ടാവും. ഇൻ കേസ് ടോപ്പർ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വാഭാവികമായിട്ട് റാങ്ക് കുറയും. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ നമ്മുടെ സ്കോർ നോക്കിയിട്ട് നമ്മുടെ റാങ്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ 200 ഉള്ള ഒരാൾ ക്വാളിഫൈഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കട്ട് ഓഫ് എന്ന് പറഞ്ഞ പരിപാടി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നില്ല. പിന്നെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 55% മാർക്കാണ് നിങ്ങൾ BSc വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു ടൈമാണ്. കാരണം കൊറോണ ആയതുകൊണ്ട് നിങ്ങളെ 6th സെമ്മിന്റെ എക്സാംസ് ഒന്നും കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെങ്കിൽ ഇപ്പോൾ ഒരു റെഗുലർ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. അതായത് 6th സെമ്മിൽ റിസൾട്ട് മാത്രമാണ് ബാക്കിയുള്ളതെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കാനില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ എക്സാം അപ്പിയർ ചെയ്യാം, അതേപോലെ തന്നെ അഡ്മിഷനും എടുക്കാം. ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് എന്ത് ചെയ്യും, ഒരു ടൈം പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജൂലൈ മിഡിൽ ആണ് അഡ്മിഷൻ എടുക്കുക എന്ന് വിചാരിക്കാം. ജൂലൈ കഴിഞ്ഞു, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ ഒരു സെപ്റ്റംബർ 1 നിങ്ങളോട് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആ സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് നിങ്ങൾ അഡ്മിഷൻ ക്യാൻസൽ ആവും. പക്ഷെ എന്തുകൊണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അഡ്മിഷനും ആ ഒരു ടൈമിലേക്ക് എന്തായാലും റെഗുലർ പേപ്പേഴ്സിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും, അത് ഷുവറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആ ഒരു കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എക്സാം ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. പക്ഷെ സപ്ലൈ ആയതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ അവസ്ഥ നമുക്കറിയാം, സപ്ലൈ റിസൾട്ട് എപ്പോഴാണ് വരികയാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ശരിക്കും ഈ ഒരു എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പ്രോസ്പെക്ടസിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ്. ക്ലിയർ അല്ല? ഹലോ, ക്ലിയർ ആണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ 2 കോഴ്സാണ് നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയും ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ. അതിന്റെ എൻട്രൻസ് എക്സാമിന്റെ സിലബസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇയർ എനിക്ക് തോന്നുന്നു ഒരു 1-1.5 ആഴ്ച മുമ്പാണ് ഇതിന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിക്കും ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ ഒരു കോമൺ എക്സാം ആണ് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഈ സിലബസിൽ ഈ 2 കോഴ്സും എങ്ങനെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് ഇതുവരെ അതിനൊരു കറക്റ്റ് ക്ലാരിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാണ്, ഒരു ഒഫീഷ്യൽ ആയിട്ടല്ല ഞാൻ പറയുന്ന, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നല്ല, നിങ്ങൾക്ക് ചെയ്താൽ നന്നാവുന്ന രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ട്രൈ ചെയ്യുന്ന ആൾക്കാർ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു എൻ്റയർ സിലബസ് കവർ ചെയ്യുക. പെട്ടെന്ന് തന്നെ എൻ്റയർ സിലബസ് കവർ ചെയ്യുക. അതെങ്ങനെ കവർ ചെയ്യണമെന്ന് ഞാൻ പ്രിപ്പറേഷൻ പാർട്ട് പറയാം. അത് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫുഡ് സയൻസ് ഇപ്പോൾ ഫുഡ് മൈക്രോ ബയോളജി FST കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, FSNൽ സെയിം സബ്ജക്റ്റ് ഉണ്ട്, ബയോ കെമിസ്ട്രി 2ലും സെയിം സബ്ജക്റ്റ് ആണ്, ഫുഡ് സയൻസ് 2ലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ FST ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരുപാട് എഞ്ചിനീയറിംഗ് പേപ്പേഴ്സും കാര്യങ്ങളും വരും, അത് നിങ്ങൾ കവർ ചെയ്തു. പിന്നെ ന്യൂട്രീഷൻ പോലുള്ള ചെറിയ ചെറിയ പാർട്ടാ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് FST കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഉള്ള ബാക്കിയുള്ള ടൈമിൽ നല്ല രീതിയിൽ FSNന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ഇൻ കേസ് ഒരാൾ FSNന്റെ സിലബസ് ആണ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് പെട്ടെന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഏതൊക്കെയാണോ ഇനി പെൻഡിങ് ഉള്ളത് അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങളുടെ കയ്യിലുള്ള ബുക്സ് ഉപയോഗിച്ച്
ഫസ്റ്റ് അതും കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം കോമൺ എക്സാം ആയതുകൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് സിലബസ് ഒരാൾ കംപ്ലീറ്റ് ചെയ്യും, എന്ത് ചെയ്യണം, കംപ്ലീറ്റ് പഠിച്ചിരിക്കണം. കാരണം എല്ലാത്തിനും കറക്റ്റ് ആനുപാതികമായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിന്റെ കറക്റ്റ് ക്ലാരിഫിക്കേഷൻ കിട്ടില്ല, പക്ഷെ ആസ് പെർ ലോജിക് നമുക്ക് മനസ്സിലാക്കാം എല്ലാത്തിനും ഒരേ രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ പാറ്റേണിൽ ഓരോ ഇയറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവാൻ പറ്റൂ. ഓക്കെ, ഇനി നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻട്രൻസിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ ആസ് പെർ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കവർ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2019 വരെയുള്ള, കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേറെ എവിടെ നിന്നും കിട്ടില്ല. നമ്മുടെ വെബ്സൈറ്റിൽ 2019 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ എൻ്റെ അങ്ങനെ ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട്, കോൺടാക്ട് ചെയ്താൽ തരാം. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ 2000 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2019 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം എങ്ങനെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല വലിയൊരു കാര്യം നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് ഉണ്ടാവില്ല. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന ഒരു പ്രത്യേക മെത്തേഡ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞതുപോലെ 3-4 പേപ്പേഴ്സ്, ഇപ്പോൾ FSTന്റെ 3-4 പേപ്പേഴ്സ് എടുത്ത് അതിൽ ഫസ്റ്റ് പേപ്പർ എടുത്തതിന് ശേഷം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. ഒരു 2019 ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. ക്വസ്റ്റ്യൻ ഗൂഗിൾ ചെയ്യുക, ഓപ്ഷൻ അല്ല, ക്വസ്റ്റ്യൻ ഗൂഗിൾ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കും. പിന്നെ അതിലുള്ള ഓരോ ഓപ്ഷൻസും നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. എന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഗൂഗിൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ഫീൽഡ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഗൂഗിളിൽ ഒരുപാട് വിൻഡോസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം കാണുന്ന നല്ല 3-4 വിൻഡോസ് ഓപ്പൺ ആക്കി അതിൽ നിന്ന് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ആ ഫീൽഡ് പഠിക്കാൻ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ മൈക്രോബയോളജി ക്വസ്റ്റ്യൻ, എന്താണ് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒരു ക്വസ്റ്റ്യൻ വന്നതാണ് ഫസ്റ്റ് ഇയർ. അപ്പൊ എന്ന് വെച്ചാൽ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആണ് ഒരു കൊല്ലം ഈ ഇയർ ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെയാണ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെങ്കിൽ അടുത്ത കൊല്ലം എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ ഒരാൾ ജസ്റ്റ് ആ ഒരു ആൻസറും ക്വസ്റ്റ്യനും മാത്രം പഠിച്ചാൽ അത് അടുത്ത കൊല്ലം എന്തായാലും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിക്കും. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഏരിയ നിങ്ങൾ കവർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇൻട്രിൻസിക് ഫാക്ടേഴ്സും പഠിക്കും, എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സും പഠിക്കും. അപ്പൊ ആ ഏരിയ നിങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്തു. അപ്പൊ അടുത്ത നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ എന്താണ് മറിച്ച് വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതാൻ പറ്റും. അപ്പൊ ആ ഒരു രീതി മെത്തേഡ് ഫോളോ ചെയ്യുക. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുക്കുക, അതിലുള്ള ഓരോ ക്വസ്റ്റ്യനും ഓപ്ഷനും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും കംപ്ലീറ്റ് പഠിക്കാൻ നമുക്കാവില്ല. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം കവർ ചെയ്യുക. അതിനുശേഷം അടുത്ത 2018 ആണുള്ളതെങ്കിൽ അത് കവർ ചെയ്യുക. അങ്ങനെ 2-3-4 പേപ്പേഴ്സ് നിങ്ങൾ കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന്റെ സിലബസ് ഇന്ന ഫീൽഡൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള UG ബുക്സുമായിട്ട് അല്ലെങ്കിൽ UG സിലബസുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്സോ അല്ലെങ്കിൽ ഒരുപാട് ബുക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും, അതുമായിട്ട് ലിങ്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വാരി വലിച്ച് വലിയ ഒരു 500-550 പേജുള്ള ബുക്സ് കംപ്ലീറ്റ് പഠിക്കുക എന്ന് വെച്ചാൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതേപോലെ തന്നെ എന്താണ്, എനിക്ക് തോന്നുന്നു ഈ സെഷൻ കുറച്ച് ലേറ്റ് ആയി പോയി തോന്നുന്നു. കാരണം ഒരു 15-16 ദിവസമാണ് നമുക്ക് എക്സാമിന് ഉള്ളത്. അപ്പൊ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നല്ലതാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, ആ ഫീൽഡ് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ബുക്സുമായിട്ടും UG സിലബസായിട്ടും കണക്ട് ചെയ്തിട്ട് ആ എന്ത് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ എന്താണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്സ് ആണ് ഒബ്ജക്റ്റീവ് ഫുഡ് സയൻസ്. നിങ്ങൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ വാങ്ങാത്തവർ മാക്സിമം വാങ്ങുക. ഇല്ലെങ്കിൽ ഈ ബുക്സ് ആരുടെങ്കിലും കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ പഠിക്കുക. അതും വളരെ വലുപ്പമുള്ള വലിയൊരു ബുക്കാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ എങ്ങനെ ചെയ്യുക, ഞാൻ ഈ പറഞ്ഞൊരു മെത്തേഡ് ഏരിയ മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ സിലബസിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ഫുഡ് മൈക്രോബയോളജി ആണെങ്കിൽ ആ ഒരു എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള കുറെ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് കംപ്ലീറ്റ് പഠിക്കാൻ നോക്കുക. പിന്നെ ഫുഡ് കെമിസ്ട്രി ആണെങ്കിൽ അത് ആ ഒരു ഏരിയയിലുള്ള കുറെ MCQ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അല്ലാതെ അതിലുള്ള എന്താണ് ഒബ്ജക്റ്റീവ് ഫുഡ് സയൻസ് കംപ്ലീറ്റ് പഠിക്കുക എന്നല്ല ഞാൻ മെയിൻ ചെയ്തത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലിങ്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ബുക്സ് ഉണ്ട്. ഫുഡ് ഫാക്ട്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഫുഡ് സയൻസ് ഉണ്ട്, ഫുഡ് മൈക്രോബയോളജി ഉണ്ട്, അങ്ങനെ ഒരുപാട് ബുക്സ് ഉണ്ട്. ഇതുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യാൻ നോക്കുക. ഇതൊരു നല്ല മെത്തേഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ചേഞ്ച് മനസ്സിലാവും. കാരണം എല്ലാ ഇയറിലും സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കണം എന്നല്ലേ ഇടുന്നത്. കാരണം നമ്മുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് വളരെ എന്താണ് വലിയ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഒരുപാട് എന്താണ് സയന്റിസ്റ്റ് ആയിട്ടും അല്ലാതെയൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ്
ആൾക്കാരാണ്. അതേപോലെ തന്നെ NTA പോലെയുള്ള ഏജൻസീസിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും വിടുക. അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇന്ന സബ്ജക്റ്റിലാണ് സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അയാളാണ് ഈ ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ആ ഒരു സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചിലപ്പം കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ മാക്സിമം ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് കൊടുക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ഫുഡ് സയൻസ്. ഓക്കെ, പിന്നെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ UG സിലബസുമായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ബുക്സുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ എന്താണ്, നിങ്ങളുടെ എൻട്രൻസ് എക്സാം എഴുതി നിങ്ങളെ കട്ട് ഓഫ് അല്ലെങ്കിൽ സ്കോർ കാർഡ് റിലീസ് ചെയ്തു. എന്തൊക്കെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്? നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതി നിങ്ങൾക്ക് ഫസ്റ്റ് സ്കോർ കാർഡാണ് റിലീസ് ചെയ്യുക. ഈ സ്കോർ കാർഡിൽ എന്താണ് ഉണ്ടാവുക, നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ മാർക്കും മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ റാങ്ക് ലിസ്റ്റ് എന്താണ്, അതൊന്നും അതിലുണ്ടാവില്ല. അതിനുശേഷം അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. 3 അഡ്മിഷനാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നടക്കുന്നത്. അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ FSTയിൽ 20 സീറ്റ് കൺസിഡർ ചെയ്യാം. ആ 20 സീറ്റിൽ 8 സീറ്റാണ് ജനറൽ ഉണ്ടാവുക. അപ്പൊ ആ ജനറൽ സെലക്ട് ചെയ്ത 8 പേര്, പിന്നെ അതേപോലെ തന്നെ OBCയിലുള്ള 5 പേര്, 22 ആക്കിയത് കൊണ്ട് OBCയിൽ ഇപ്പോൾ 6 പേരുണ്ട്. അപ്പൊ ആ ഒരു കാറ്റഗറി ബേസിലും സെലക്ട് ചെയ്തവരുടെ ലിസ്റ്റും ഉണ്ടാവും, വെയിറ്റിംഗിൽ ലിസ്റ്റ് ഉണ്ടാവും. വെയിറ്റിംഗിലുള്ള 10 15 ആൾക്കാരെ ലിസ്റ്റും ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിന്റെ ടൈമിൽ, ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ടൈമിൽ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. അതിനുശേഷം എന്താണ്, നിങ്ങൾക്ക് ഒരു പേയ്മെന്റിന് ഒരു ടൈം തരും. ഇൻ കേസ് നിങ്ങൾ ആദ്യത്തെ ജനറൽ 8ലോ അല്ലെങ്കിൽ നിങ്ങൾ OBC അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്താണ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 4 ദിവസം തരും. അത് ഫസ്റ്റ് സെമ്മിന്റെ ട്യൂഷൻ ഫീ കംപ്ലീറ്റ് പേയ്മെന്റ് നടത്തണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 26-ാം തീയതിയാണ് അലോട്ട്മെന്റ് വന്നതെങ്കിൽ 26 to 30 ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫീ പേയ്മെന്റിന് ടൈം തരും. ആ കറക്റ്റ് ടൈമിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കണം. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് എന്താണ്, പേയ്മെന്റ് നടത്താത്തവർ, അതേപോലെ തന്നെ എന്താണ്, നമ്മളെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന നോർത്ത് നിന്നും സൗത്ത് നിന്നും ഒക്കെ ഒരുപാട് പേര് എൻട്രൻസ് എക്സാം എഴുതുന്നതാണ്. അത്യാവശ്യം ഒത്തൊരു കോമ്പറ്റീഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. കാരണം CFTRI കഴിഞ്ഞ് പിന്നെ എന്താണ്, യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ അതേപോലെ ഒരുപാട് പേര് നോർത്ത് നിന്നും ട്രൈ ചെയ്യുന്നതാണ്. എന്താണ്, ICAR പോലുള്ള എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത ഒരുപാട് പേര് നമ്മളെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പം എന്ത് ചെയ്യുക, അതിന് അപ്പൊ നോർത്ത് നിന്നുള്ള ആൾക്കാർ ചിലപ്പോൾ സൗത്തിലേക്ക് വരാത്തത് കൊണ്ട് ചിലപ്പോൾ അഡ്മിഷൻ എടുത്തില്ല, അല്ലെങ്കിൽ സൗത്ത് നിന്നുള്ള ആൾക്കാർ എന്താണ് ദൂരെ ആയതുകൊണ്ട് അഡ്മിഷൻ എടുത്തില്ല. അപ്പോൾ അവരൊക്കെ അഡ്മിഷൻ ക്യാൻസലായി സെക്കൻഡ് അലോട്ട്മെന്റിൽ എന്ത് ചെയ്യും, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഒരാൾ സെലക്ടഡ് ലിസ്റ്റിലേക്ക് പോകും. അല്ലെങ്കിൽ എത്ര ആളാണോ എന്ത് ചെയ്യും, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് സെലക്ടഡിലേക്ക് പോകും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ആ ഒരു മെത്തേഡ് 3 അലോട്ട്മെന്റിൽ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇൻ കേസ് എന്തെങ്കിലും സീറ്റ് വേക്കൻ്റ് ആയിട്ടോ മറ്റോ വരികയാണെങ്കിൽ പിന്നെ ഒരു എന്താണ്, സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ വർഷം സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, കാരണം ഓൺലൈൻ അഡ്മിഷൻ ആയതുകൊണ്ട്. അതിന് മുന്നേ ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു OBCയിൽ ഒരു സീറ്റ് വന്നു, അല്ലെങ്കിൽ ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ കേസ് SC/ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ ജനറൽ ഒരു സീറ്റ് എന്ത് ചെയ്തു വാക്കൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് അന്ന് എത്തുന്നവർ ഏറ്റവും നല്ല റാങ്കുള്ള ആൾ അഡ്മിഷനിൽ ആദ്യം കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല റാങ്ക് ആണെങ്കിൽ ആ സ്പോട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് 3 അലോട്ട്മെന്റ് ഉണ്ടാവും, ഒരു സ്പോട്ട് അഡ്മിഷനാണ് സാധാരണ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത്. അത് എന്ത് ചെയ്യണം, ഒരു പേയ്മെന്റിനൊരു ടൈം പറയും. ആ ടൈം നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ പേയ്മെന്റ് ആക്കണം. പേയ്മെന്റിന്റെ കാര്യം ട്യൂഷൻ ഫീ ഇപ്പം നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ ചെലവ് മാത്രമേ നമുക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MSc കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നെക്സ്റ്റ് ട്യൂഷൻ ഫീന്റെ കാര്യങ്ങൾ. ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് 23,000 സംതിങ് ആണ് പേയ്മെന്റ് വരുന്നത്. സെക്കൻഡ് സെമ്മിൽ 3,200, തേർഡ് സെമ്മിൽ 13,700, ഫോർത്ത് സെമ്മിൽ 3,200. ഇങ്ങനെയാണ് നമ്മുടെ ട്യൂഷൻ ഫീ വരുന്നത്. അപ്പോൾ ഏകദേശം 44 45 ആ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും MSc. ഇത് ഹോസ്റ്റൽ ഫീയും മെസ് ഫീയും വരുന്നില്ല. 44 45 റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് നമുക്ക് MSc കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്താണ്, എനിക്കൊന്ന് മമ്പാട് അങ്ങനെ ചില കോളേജിൽ മാത്രമേ ഫീ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും ഏകദേശം 20,000 പെർ സെം കൊടുത്തിട്ടാണ് നമ്മൾ BSc പഠിക്കുന്നത്. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ഫെസിലിറ്റീസും കൂടി എല്ലാ പ്രിയോറിറ്റിയും കൂടി നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് വെറും 44 45 മാത്രമേ എൻ്റയർ കോഴ്സിന് നമുക്ക് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് സ്കോളർഷിപ്പ് ഫെസിലിറ്റീസ് ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നെക്സ്റ്റ് വൺ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്. ഓക്കെ, ഞാനിതിൽ ജസ്റ്റ് 2 പിക്ചേഴ്സ്, ഇത് 2 ഹോസ്റ്റലിന്റെ പിക്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഫസ്റ്റ് ഇയേഴ്സിന്റെ, രണ്ടാമത് സെക്കൻഡ് ഇയേഴ്സിന്റെ. 2 ഹോസ്റ്റലല്ല, ഏകദേശം 21 ഹോസ്റ്റൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതിൽ 13 ഹോസ്റ്റൽ ബോയ്സിനും 8 ഹോസ്റ്റൽ ഗേൾസിനാണ്. അത് ഗേൾസ് കുറഞ്ഞത് കൊണ്ടല്ല, ഗേൾസിന് അത്യാവശ്യം വലിയ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് 13 + 8 എന്നുള്ള രീതി. അതിൽ 13-ൽ 9 PG
ഹലോ, സ്റ്റോപ്പ് ആയിക്കോട്ടെ. സ്റ്റോപ്പ് ആയിക്കോട്ടെ. ഓക്കെ. ഓക്കെ. ഹലോ ഹലോ, ആ ബാങ്ക് കൊടുത്ത് കേൾക്കുന്നുണ്ടോ? നിർത്തിയാണ് നാസിക. അതെ അതെടാ, ബാങ്ക് കൊടുക്കുന്നുണ്ടോ? ഓക്കെ, ശരി. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഹലോ, ഓക്കെ. ഓക്കെ. ഞാൻ പറഞ്ഞത് മൊത്തം ആ 850 ഏക്കറിനുള്ളിൽ 21 ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് നമുക്ക് അവൈലബിൾ ആയത്. 13 ബോയ്സിന്, അത് PhD കാർക്ക് 4 PhD, 9 PG കാർ, ആ ഒരു രീതിയിൽ 13 ഹോസ്റ്റൽ ബോയ്സിനും 8 ഹോസ്റ്റൽ ഗേൾസിനും നമുക്ക് നൽകിയിട്ടുണ്ട്. അത് എണ്ണം കുറഞ്ഞതുകൊണ്ടല്ല, ഏകദേശം ഈക്വൽ റേഷ്യോയിലാണ് അവിടെ രണ്ടുപേരും പഠിക്കുന്നത്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും 2 ഹോസ്റ്റലും ഉണ്ട്. ഇനി അതിന്റെ ഫീ എത്രയാണ്, ഹോസ്റ്റൽ ഫീ ഏകദേശം എത്ര വരും? അതിൽ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ ഇത് ഓൺലൈൻ പേയ്മെന്റ് അല്ല. നമ്മൾ ഇൻ കേസ് ഞാനൊരു കണ്ടീഷൻ പറയുകയാണ്, നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് തന്നെ വേണം. ഈ കോവിഡ് ഇഷ്യൂ ഒക്കെ ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു മിസ്സിങ് തന്നെയായിരിക്കും. അത്രയും നല്ല യൂണിവേഴ്സിറ്റി, അത്രയും നല്ല ക്യാമ്പസ് ആണ് നിങ്ങൾക്ക് മിസ്സാവാൻ പോകുന്നത്. അപ്പോൾ ഇൻ കേസ് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്, നിങ്ങൾക്ക് ഹോസ്റ്റൽ അഡ്മിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡേറ്റ് പറയും, ക്ലാസ് തുടങ്ങുന്ന ടൈം. അവിടെ പോയി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കുക. ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഏകദേശം 16,935 രൂപ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ എന്ത് ചെയ്യണം, പേ ചെയ്യണം. ഇതൊരിക്കലും എല്ലാ സെമ്മിലും സെയിം അല്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം മൊത്തം നിങ്ങൾക്ക് എത്ര MSc കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ 16,935 എന്ന് പറയുന്നത് അതിൽ 3000 കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്. പിന്നെ ഈ 900 എന്ന് പറയുന്നത് ബോയ്സിന് മാത്രമാണ്. ബോയ്സിന് മാത്രമേ ഹോസ്റ്റലിന് പേയ്മെന്റ് ഉള്ളൂ. ഗേൾസിന് എൻറ്റയർലി ഫ്രീ ആണ് എന്ത് പറയുന്നത്, ഹോസ്റ്റൽ ഫീ എന്ന് പറയുമ്പോൾ 900 അവർക്ക് മൈനസ് ചെയ്യും. അപ്പോൾ ഏകദേശം 16,000 രൂപ പേയ്മെന്റ് നടത്തി. പിന്നെ ഓരോ സെമ്മിലും നിങ്ങൾ മെസ് ഫീ മാത്രമേ അടയ്ക്കേണ്ടൂ. കാരണം 900 എന്ന് പറയുന്നത് ഹോസ്റ്റൽ ഫീ ഫോർ 10 മന്ത് ആണ്. 10 മാസത്തേക്ക് വരും 900 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും നല്ല എല്ലാ ഫെസിലിറ്റീസും കൂടി 3 പേരുള്ള ഒരു ഹോസ്റ്റൽ റൂം നിങ്ങൾക്ക് കിട്ടും. പിന്നെ രണ്ടാമത്തെ കൊല്ലം ഈ 900 രൂപ മാത്രം അടിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ മെസ് ഫീ ആണ് അടക്കേണ്ടത്. മെസ് ഫീ ഏകദേശം എത്രയാണ് വരുന്നത്, അത്യാവശ്യം നല്ല ഫുഡ് എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഹോസ്റ്റൽ ഫുഡ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റില്ല. ഏറ്റവും നല്ല ഫുഡ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഏകദേശം 65 പെർ ഡേ എന്നുള്ള രീതിയിൽ രാവിലെ അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ലഞ്ച്, നല്ല ഡിന്നർ, ആ ഒരു രീതിയിൽ വൈകുന്നേരം ടീ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നല്ല ഫുഡ് നിങ്ങൾക്ക് വെറും പെർ ഡേ 65 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതൊരു സെമ്മിന്റെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഒരു സെമ്മ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഏകദേശം 11,960. അത് ബാക്കിയുള്ള 3 സെമ്മിലാണ്. കാരണം ഫസ്റ്റ് സെമ്മിൽ ഓൾറെഡി ഈ 16 എന്ത് ചെയ്യുന്നുണ്ട്, ഈ 11,960 വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ടോട്ടൽ ഒരു 50, 48, 49 രൂപക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ മെസ്സും ഹോസ്റ്റൽ ഫീയും കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ എൻ്റയർ കോഴ്സിന് നേരത്തെ 44 ഈ 50 കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 94, 96 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, MSc കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സ്കോളർഷിപ്പ് കിട്ടുന്നത് കൂട്ടാതെ നിങ്ങൾക്ക് ആകെ ചെലവ് വരുന്നത് 1 ലക്ഷത്തിൽ താഴെ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ചെലവ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നല്ല യൂണിവേഴ്സിറ്റി, ഇത്രയും ഫെസിലിറ്റീസോടും കൂടി. അപ്പോൾ നെക്സ്റ്റ് എന്തൊക്കെയാണ് അവിടുത്തെ സ്കോളർഷിപ്പ്, ഏതൊക്കെയാണ് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ളത്? നമ്മുടെ യൂണിവേഴ്സിറ്റി മൂന്ന് ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 സ്കോളർഷിപ്പാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കേരള പോസ്റ്റ് മെട്രിക് പറയാം. കാരണം അതാണ് കുറച്ചുകൂടി കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. കാരണം അത് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്, അതിൽ മാർക്കൊന്നും അത്യാവശ്യം ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ കേരള പോസ്റ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് OBC അതേപോലെ തന്നെ SC ST OEC ബാക്ക്വേർഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് BCDD നൽകുന്ന സ്കോളർഷിപ്പാണ്. അതിപ്പം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഓരോ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് ആ എമൗണ്ട് മാറും. ഇപ്പം
നിലവിൽ ഇപ്പൊ ഞങ്ങളുടെ ബാച്ച് വരെ ഇപ്പം നടത്തുന്ന ബാച്ച് വരെ ഏകദേശം 23,000 പെർ ഇയർ കിട്ടുന്നുണ്ട്. 23,900 24,000 അടുത്ത് പെർ ഇയറിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ OBC-ക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ പെർ ഇയർ 24 കിട്ടുക എന്ന് പറയുന്നത് ഏകദേശം 46-47 റേഞ്ചിൽ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കേരളത്തിൽ നിന്ന് സ്കോളർഷിപ്പ് നൽകുകയാണ്. ഇത് IIT NIT സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന OBC OEC SC ST-ക്കാർക്ക് കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജ് ആണ്. ഓക്കെ, അപ്പൊ ആ സ്കോളർഷിപ്പ് പറയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു 46,000 96 46 എന്ത് ചെയ്തു സ്കോളർഷിപ്പ് ആയിട്ട് തിരിച്ചു കിട്ടി. അപ്പം വെറും 50,000 രൂപ മാത്രം എന്ത് നിങ്ങൾക്ക് പേ. അപ്പൊ ഫീന്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട. അത്യാവശ്യം നല്ലൊരു കോഴ്സ് നല്ല രീതിയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെറിറ്റ് സ്കോളർഷിപ്പ് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാർക്കിന് ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെമ്മിൽ ആരാണോ ടോപ്പർ, ആരാണോ റാങ്കിൽ, ഫസ്റ്റ് റാങ്കിന് 2,000, സെക്കൻഡ് റാങ്കിന് 1,500, തേർഡ് റാങ്കിന് 1,000 എന്നുള്ള രീതിയിൽ എന്താണ് പെർ മന്തിൽ കിട്ടും. പെർ മന്തിൽ ടോപ്പേഴ്സിന് കിട്ടുന്നതാണ്. അതിൽ ഫസ്റ്റ് സെമ്മ് നിങ്ങൾ എൻ്റയർലി നിങ്ങളിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എൻട്രൻസ് എക്സാമിന്റെ റാങ്കിനനുസരിച്ചാണ്. സെക്കൻഡ് സെമ്മ് തൊട്ട് നിങ്ങളുടെ മാർക്കിനനുസരിച്ചായിരിക്കും. അങ്ങനെ 4 സെമ്മിലും നിങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ ഓരോ സെമ്മിൽ ആൾക്കാർ മാറും, നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് മാറും. അപ്പോൾ ഏറ്റവും ഷുവർ ചെയ്യാൻ പറ്റിയ സ്കോളർഷിപ്പ് കേരള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ആണ്. ഒരു സ്കോളർഷിപ്പ് മാത്രമേ ഒരാൾക്ക് നേടാൻ പറ്റൂ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ ഒരു സ്കോളർഷിപ്പിന് മാത്രമേ ആസ് പെർ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പോൾ കേരള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് നമുക്ക് ഷുവർ ആണെങ്കിൽ നമ്മൾ മറ്റേത് ഒഴിവാക്കേണ്ടി വരും. ഇൻ കേസ് മെറിറ്റ് എല്ലാ സെമ്മിലും ഞാൻ ഫസ്റ്റ് റാങ്ക് എടുക്കുന്ന കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് എന്താണ് ധൈര്യമായിട്ട് 2,000 പെർ മന്ത് നമുക്ക് കിട്ടും. പിന്നെ മെറിറ്റ് മീൻ സ്കോളർഷിപ്പ്, അതാണ് MCM എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ് SC ST അല്ലെങ്കിൽ OBC ഓരോ കാറ്റഗറിയിലുള്ള ഫസ്റ്റ് റാങ്കുള്ള ആൾക്കാർക്ക് പെർ 650 തോന്നുന്നു പെർ മന്ത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നാഷണൽ സ്കോളർഷിപ്പ്, നിങ്ങൾ ഓൾറെഡി BSc എന്താണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് NSPY അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 6,000 രൂപയാണെന്ന് തോന്നുന്നു BSc കിട്ടുന്നത്. അത് വാങ്ങുന്നവർക്ക് അറിയാം. ഓക്കെ, അതിപ്പോൾ കൂടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു സെയിം സാധനമാണ് നിങ്ങൾക്ക് MSc-യിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. എനിക്ക് തോന്നുന്നു 15ന്റെ മുകളിൽ അതുകൊണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് എന്താണ് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് എന്താ ഒരു അപ്പൊ വളരെ കുറഞ്ഞ ഫീ മാത്രമേ പിന്നെ എന്ത് സ്കോളർഷിപ്പ് മൈനസ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റയർ കോഴ്സിന് വരുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് കോസ്റ്റ് സ്ട്രക്ചർ ആണ്. ശരിക്കും ഇതൊരു അഡ്മിഷൻ കിട്ടി അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ അപ്പോൾ ഷുവർ ആയതിനു ശേഷം മാത്രമേ കോസ്റ്റ് സ്ട്രക്ചർ നോക്കേണ്ടതുള്ളൂ. പക്ഷെ ഞാൻ എന്താണ് നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ, നിങ്ങൾക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് കൂടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി CBCS സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. അപ്പോൾ എന്താണ് മൊത്തം ഓരോ സെമ്മിലും 10ലാണ് CGPA വരുന്നത്. പിന്നെ മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ സെമ്മും കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് 50% മാർക്ക് ഇന്റേണൽ പ്ലസ് എക്സ്റ്റേണൽ, ദാറ്റ് ഈസ് 100ൽ 50 മാർക്കാണ് വരുന്നത്. പക്ഷെങ്കിൽ അത് എക്സ്റ്റേണൽ സെപ്പറേറ്റ് പാസ്സാകണം, ഇന്റേണലും സെപ്പറേറ്റ് പാസ്സാകണം. നിങ്ങൾ ഒരു സെമ്മ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ 60ൽ അതിന്റെ 40% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ സെക്കൻഡ് സെമ്മിലേക്ക് പാസ്സാകുന്നുള്ളൂ. സെക്കൻഡ് സെമ്മിലേക്ക് സപ്ലി ഉണ്ടാവില്ല, കാരണം സപ്ലിന്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എന്താണ് ഏകദേശം 24 മാർക്ക് നിങ്ങൾ എക്സ്റ്റേണൽ വേണം. അതേപോലെ തന്നെ എക്സ്റ്റേണൽ പ്ലസ് ഇന്റേണൽ 50 മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾ എലിജിബിൾ ആയി. പിന്നെ അറ്റൻഡൻസിന്റെ കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആണ്. സാധാരണ ഷോർട്ടേജ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഇൻ കേസ് ഷോർട്ടേജ് ഉണ്ടായാൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. പേയ്മെന്റും കാര്യം കണ്ടോണേഷൻ ഒന്നും അടിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. 70 എന്നാണ് പറയുന്നത്, 70% മസ്റ്റ് ആണ്. 69 ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ എക്സാമിന് ഇരുത്തില്ല. അത് അടുത്ത കൊല്ലം ആ അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റൂ. അപ്പോൾ അറ്റൻഡൻസ് സ്ട്രിക്റ്റ് ആണ്. സാധാരണ ഷോർട്ടേജ് ഉണ്ടാവില്ല, പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഫാക്കൽറ്റീസിന്റെ കാര്യം നോക്കാം. നിങ്ങൾക്ക് ഇപ്പം BSc ചിലപ്പോൾ നിങ്ങളെ തോൾ കൈയിട്ട് നടക്കുന്ന ആ ഒരു രീതിയിലുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെയുള്ള ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് സയന്റിസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഒരുപാട് വലിയ വലിയ അസോസിയേഷനിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ്, ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ. അപ്പോൾ അത് ആ ഒരു എന്താണ് ഗ്യാപ്പ് അവർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ അവർ പക്കയാണ്. നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ അവർ നൽകിയിരിക്കും. നമുക്ക് നോളജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എന്ത് ഗൈഡ് ലൈൻസ് അതൊക്കെ അവർ തരും. പക്ഷെ എന്ത് ചെയ്യും, ആ ഒരു ഗ്യാപ്പ് അവരെപ്പോഴും എന്ത് ചെയ്യും മെയിൻറ്റെയിൻ ചെയ്യും. അവരെ അണ്ടറിൽ ഒരുപാട് PhD-കാരുണ്ടാകും. അപ്പോൾ അവരെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ അഡ്മിഷൻ വേണ്ടാന്നല്ല പറയാം, ഞാൻ പറയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, PhD ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ഗൈഡൻസ് കൂടി നമുക്ക് കൂടുതൽ കിട്ടും. നമ്മുടെ ഫാക്കൽറ്റീസിന്റെ കൂടാതെ ഈ PhD-കാരുടെ ഗൈഡൻസും കൂടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതാണ് സപ്ലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സപ്ലീന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ
ഇപ്പോൾ ഒരാൾക്ക് ഫസ്റ്റ് സെമ്മിൽ സപ്ലി വന്നു. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? ഈ ഫസ്റ്റ് സെമ്മിലുള്ള സപ്ലി അടുത്ത കൊല്ലം സ്റ്റുഡൻസ് വന്ന് അവരുടെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാമിന്റെ കൂടെ മാത്രം നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നില്ല. ഈ ഫസ്റ്റ് സെമ്മിന്റെ സപ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് സെമ്മിന്റെ എക്സാം വരുമല്ലോ, നിങ്ങളുടെ തന്നെ സെക്കൻഡ് സെമ്മിന്റെ എക്സാം, അതിന് മുമ്പ് നിങ്ങൾക്ക് എക്സാം നടത്തും, അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ഫസ്റ്റ് സെമ്മിൽ എക്സാം ഉണ്ടെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ സപ്ലി കുടുങ്ങിയ സാധാരണ നമ്മളെ ഫുഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ സപ്ലി കുറവാണ്. FSNൽ ഉണ്ടാവാറുണ്ട്, FS2ൽ ഞങ്ങൾ ഈ 2 വർഷമായിട്ട് സപ്ലി കുറവാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇൻ കേസ് സപ്ലി വന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് സെമ്മിന്റെ മുന്നിൽ ക്ലിയർ ചെയ്യാം. ഇൻ കേസ് ഒരാൾ അവിടെ നിന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് സെമ്മിന്റെ മുമ്പ് ഫസ്റ്റ് സെമ്മിന്റെ എക്സാം എഴുതാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കാതെ തന്നെ എന്ത് ചെയ്യും? ഓരോ സെമ്മിന്റെ മുമ്പ് നിങ്ങൾക്ക് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് സെമ്മിന്റെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ക്ലിയർ ആയി. ഒരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ജൂനിയേഴ്സ് വന്ന് അവരെ കൂടെ എക്സാം എഴുതി പിന്നെയും ഒരു കൊല്ലം എന്താണ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് അത്. പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്, അതും എന്താണ്, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണേൽ ആ 4 സെമ്മ് കഴിയുന്നതിനനുസരിച്ച് എത്ര പ്രാവശ്യം വേണേൽ നിങ്ങൾക്ക് സപ്ലൈ ചെയ്താൻ സാധിക്കും. നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് അത് കണ്ടക്ട് ചെയ്യും. ദെൻ പ്രൊജക്ട്, ഒരു സെമ്മ് എൻ്റയർ സെമ്മ് ഞാൻ കാണുന്നുണ്ടോന്ന് അറിയില്ല, 4th സെമ്മ് കംപ്ലീറ്റ് നമുക്ക് എന്താണ് പ്രൊജക്റ്റ് ആണ് 4 മാസം എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് PhD കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ നമ്മൾ കോളേജസിലൊക്കെ എന്താണ്, നമ്മൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തി അവിടെ ഒരു എക്സ്ട്രാ നമ്മളെ ട്യൂഷൻ ഫീ കൂടാതെ എക്സ്ട്രാ പേയ്മെന്റ് നടത്തിയിട്ട് വേണം പ്രൊജക്റ്റ് ചെയ്യാൻ. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ PhD കാരുണ്ട്, PDF കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അണ്ടറിൽ നിന്നുകൊണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരുടെ കൂടെ നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ എന്താണ്, എക്സ്ട്രാ പേയ്മെന്റ് വേണ്ട. നമ്മുടെ ട്യൂഷൻ ഫീ അണ്ടറിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ്, നമുക്ക് വേണ്ട എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊജക്ട് ആരാണോ ഗൈഡ്, നമ്മൾ പറഞ്ഞ 6 ഫാക്കൽറ്റീസ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുക. അതിൽ ഒരാൾ അണ്ടറിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുക. ആ അണ്ടറിൽ വരുന്ന PhD കാരെ നമ്മളെ ഗൈഡായിട്ട് അവരെയും നിയമിക്കും. അപ്പൊ നമ്മുടെ മുകളിൽ ഗൈഡ് ഉണ്ട്, അതിന്റെ മുകളിൽ ഫാക്കൽറ്റീസ് ഉണ്ട്. അവരുടെ എന്താണ്, അവരുടെ അണ്ടറിൽ നിന്നുകൊണ്ട് നമ്മുടെ എന്താണ് കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെങ്കിൽ ഇവിടെ ബാക്കിയുള്ള കോളേജസ് ഫോളോ ചെയ്യുന്ന എന്താണ്, നമ്മൾ പുറത്ത് ഒരു എന്ത് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തുക, അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, എക്സ്ട്രാ പേയ്മെന്റ് നടത്തിയിട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതും എന്താണ്, പ്രൊജക്റ്റും കുറച്ച് നല്ല രീതിയിൽ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ വരുന്നത്. പിന്നെ പേപ്പേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം എന്താണ്, ഫസ്റ്റ് സെമ്മിൽ 10 പേപ്പേഴ്സ്, ഓരോ സെമ്മിലും 3, അത് ഇമ്പോർട്ടൻ്റ് ആയില്ല, 3 പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് വലിയൊരു യൂസ്ഫുൾ ആയിരിക്കും. ഓഫ്ലൈൻ ക്ലാസ്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ബെസ്റ്റ് ആണ്. കാരണം ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് തേർഡ് സെമ്മിൽ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രാക്ടിക്കൽസ് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഒക്കെ, നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റി ഒക്കെ പെർ ഇയർ 3 പ്രാക്ടിക്കലാണ് ഉണ്ടാവുക. അന്ന് സെക്കൻഡ് ഇയർ 3 പ്രാക്ടിക്കൽ. പക്ഷെങ്കിൽ ഇവിടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമ്മിൽ 3 പ്രാക്ടിക്കൽ, സെക്കൻഡ് സെമ്മിൽ 3 പ്രാക്ടിക്കൽ, തേർഡ് സെമ്മിൽ 3, ഫോർത്ത് സെമ്മിൽ നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പ്രൊജക്ട്. അപ്പോൾ നല്ലൊരു ഹാൻഡ് ഓൺ എക്സ്പീരിയൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസ് കിട്ടുകയാണെങ്കിൽ ഓരോ സെമ്മിലും 3 തിയറി പേപ്പേഴ്സും കിട്ടും. ഏകദേശം 6-7 രീതിയിൽ 3 പ്രാക്ടിക്കൽ പേപ്പേഴ്സും 6-7 തിയറി പേപ്പേഴ്സും നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ വരുന്നത്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ലബോറട്ടറീസ് ഉണ്ട്, എക്യുപ്മെന്റ്സ്, പിന്നെ ഫുഡ് പ്രോസസ്സിംഗ്, ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു പൈലറ്റ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു പ്ലാന്റിൽ എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. നമ്മളെ ലബോറട്ടറി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പ്രേ ഡ്രൈയിങ് യൂണിറ്റ്, MAP ബേക്കിംഗ് യൂണിറ്റ്, ഫീസ് ഡ്രൈയിങ് യൂണിറ്റ്, ട്രേ ഡ്രയർ, ഇങ്ങനത്തെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവൈലബിൾ ആണ്. വർക്കിംഗ് മീൻസ് ഇപ്പം അത് ഫംഗ്ഷൻ അല്ല, പക്ഷെ നമുക്കത് കാണാനും അതിന്റെ വർക്കിംഗ് കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ്, എന്തുകൊണ്ട് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്താണ് ഓപ്റ്റ് ചെയ്യുന്നു? ഒന്നാമത്തെ കാര്യം, ബെറ്റർ അക്കാദമിക് ക്വാളിറ്റി, നോൺ അക്കാദമിക് എക്സ്പീരിയൻസ്. ഞാൻ എടുത്തു പറയുകയാണ്, നോൺ അക്കാദമിക് എക്സ്പീരിയൻസ് ആൻഡ് ഫെസിലിറ്റീസ് ദാൻ ലോക്കൽ കോളേജസ്. ദെൻ ബെറ്റർ എഡ്യൂക്കേഷൻ, ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, പ്ലേസ്മെന്റ്, അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു കാര്യം പ്ലേസ്മെന്റ് ആയിരിക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റി അവിടെ പ്ലേസ്മെന്റ് ഉണ്ടോന്ന്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പ്ലേസ്മെന്റ് ഉണ്ട്. ഇപ്പോൾ MBA MCOM ഒക്കെ പഠിക്കുന്നവർക്ക് പ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ഇപ്പം പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, BSc കഴിഞ്ഞ് ജോബിന് അന്വേഷിച്ച ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം സാലറി കുറവായിരിക്കും. സാലറി നമ്മുടെ ഫീൽഡിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമേ പ്ലേസ്മെന്റ് നടത്താത്തുള്ളൂ. അപ്പോൾ ചിലർ ഇപ്പോൾ പ്ലേസ്മെന്റ് കിട്ടിയിട്ട് പറയും എനിക്ക് ഈ സാലറി പോരാ, അല്ലെങ്കിൽ നോർത്തിലുള്ള ആൾക്ക് സൗത്തിൽ പ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്താറില്ല. പിന്നെ അതുപോലെ തന്നെ പുറത്തേക്ക് പോകാൻ
പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്ന് പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്താറില്ല. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു 20 ആൾക്കാർ 22 ആൾക്കാർ FSTയിലുള്ള എല്ലാവർക്കും പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തണം നമ്മുടെ HODനെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി നടത്തി തരും. എന്ത് ചെയ്യില്ല, ഇങ്ങോട്ട് വന്ന് നടത്തുക അല്ലെങ്കിൽ ഇങ്ങോട്ട് പറയില്ല. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക. അവർ സാധാരണ ഇപ്പം നടത്താറില്ല, അതാണ് സത്യം. പിന്നെ ഒരു ലാൻഡ് ലൈഫ് എക്സ്പീരിയൻസ്, പിന്നെ പേവ് ഗ്രൗണ്ട് ഫോർ പ്രിപ്പറേഷൻ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം, ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു അപ്ഗ്രേഡ് സ്കിൽസ് ആൻഡ് നോളജ്, മോസ്റ്റ് സ്റ്റുഡൻസ് ഹു ക്വാളിഫൈ നെറ്റ് JRF. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്കിപ്പോൾ എൻ്റെ കൂടെ പഠിച്ച BSc പഠിച്ച ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതാണ്, ഞാൻ ഏത് നെറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്, എന്താണ് JRF, അങ്ങനത്തെ വലിയൊരു നോളജ് അതിനെ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണ് അവർക്ക് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് PhD കാരുണ്ട്, അവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അവർ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. അവിടെ JRF ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവും, അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് JRF, ഏത് JRF എഴുതണം, ഏത് നെറ്റ് എഴുതണം, ICAR നെറ്റ് എഴുതണോ അല്ലെങ്കിൽ UGCയുടെ നെറ്റ് എഴുതണം, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ. ഇതൊക്കെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PhD കാരുടെ ഗൈഡൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും ഏതാണ് നെറ്റ് എന്നുള്ള ഐഡിയ ഉണ്ടാവും. പക്ഷേ ഇവിടെ ആർക്കും എന്ത് ചെയ്യുന്നില്ല, PhD കാർസോ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് എന്താണ് അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഫ്രീ ആയിട്ട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നെറ്റ് JRFന്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അല്ല നൽകുന്നത്, അവിടെയുള്ള സ്റ്റുഡൻസ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്ന ഒരുപാട് കോച്ചിങ് ക്ലാസ്സസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ക്വാളിഫൈ നെറ്റ് JRF ആർ ഫ്രം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആസ് ക്രാക്കിംഗ് നെറ്റ് JRF ഈസ് ഗിവൺ ഡ്യൂ ഇമ്പോർട്ടൻറ്റ് CUs സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ദെൻ ബിൽഡ് നെറ്റ്വർക്ക്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൗത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പേര് നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരിക്കലും ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, എനിക്ക് ലാംഗ്വേജ് നല്ലതാണെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് റെഡി. എനിക്ക് അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ അവിടെ പോയി അവിടെ ഒരു സത്യം ഞാൻ പറയാം, 60% മല്ലൂസ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തായാലും മലയാളീസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, നോർത്ത് ഇന്ത്യക്കാരുമായിട്ടും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിട്ടും ഹിന്ദി സംസാരിക്കുന്നവരും കൂടുതലായിട്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് എന്തായാലും, പിന്നെ അത് തന്നെ നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളും പ്രൊജക്ട് പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലാംഗ്വേജ് ബെറ്റർ ആവും, അത് ഷുവറാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഗെയിൻ ഇൻസൈറ്റ് ഓഫ് ഡിഫറെന്റ് സോഷ്യോ കൾച്ചർ, കാരണം ഒരുപാട് ഡിഫറെന്റ് പാർട്ട്, ഇന്ത്യയിൽ തന്നെ ഡിഫറെന്റ് പാർട്ടിൽ നിന്ന് ആൾക്കാർ, അപ്പോൾ അവരെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനൊക്കെയുള്ള ഒരു അവസരം നമുക്ക് അവിടെ കിട്ടും. ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഇന്ററാക്ട് വിത്ത് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് കോർണേഴ്സ് ഓഫ് ദ നാഷൻ. ദെൻ ഒരുപാട് ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും. ഇൻ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പീരിയൻസ് ഡിഫറെന്റ് കൾച്ചേഴ്സ് വൈൽ ലേണിംഗ് ടു സ്റ്റിക്ക് അവർ കൾച്ചേഴ്സ് ആൻഡ് വാല്യൂസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു സ്കോളർഷിപ്പും അതിന്റെ ഫീസും. പിന്നെ എബവ് എനിത്തിങ് ഇതാണ് ഇമ്പോർട്ടൻറ്റ്. പാർട്ട് 1 ഗെയിൻ ഈസ് ദ എക്സ്പീരിയൻസ്, എക്സ്പോഷർ, മെച്യൂരിറ്റി ആൻഡ് എ ഡിഫറെന്റ് വേർഡ്. നിങ്ങൾക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും എക്സ്പോഷറും മെച്യൂരിറ്റിയും ഡിഫറെന്റ് വേൾഡ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ് നിങ്ങൾക്ക് അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ. ഓക്കെ അല്ലേ? ഓക്കെ. ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ഇത്ര സ്പീഡായിട്ട് പോയത് അതായത് ടൈം 4 കണ്ടു. പിന്നെ അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാതെ ഈ ക്ലാസ് ഇത്ര പെട്ടെന്ന് കണ്ടക്ട് ചെയ്തിട്ടോ. സീനില്ലല്ലോ. ഹലോ, സ്പീഡ് കൂടിയ വിഷയമൊന്നുമില്ലല്ലോ. നാസിക. ഹലോ 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 നാസിക കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ കുറച്ചുകൂടി സമയം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നോക്കാൻ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ടൈമുണ്ട്. ഞാൻ ഇതിന് നന്ദിയൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് നിങ്ങളോടും അതേപോലെ തന്നെ എസിന്റെയോടും നന്ദി പറയാണ്. പെട്ടെന്ന് ക്ലാസ്സിലേക്ക് അടുത്താണ്, കൂടുതൽ ഇൻട്രൊഡ്യൂഷൻ ഒന്നും പറയാൻ ടൈം കിട്ടിയില്ല. താങ്ക് യു. നിങ്ങൾ കിട്ടിയതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാന്ന് പറയാം. മുതൽ കർപ്പൂരം വരെ പറഞ്ഞാണ്. അങ്ങനെ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റി അതുകൊണ്ട് സപ്ലൈ വന്നാൽ എന്ത് ചെയ്യുന്നൊക്കെ പറയണമെങ്കിൽ ഇവിടുത്തെ ഒരു പൾസ് മനസ്സിലാക്കാൻ പറ്റണല്ലോ. ക്ലാസ് എടുത്ത് നിങ്ങൾ വ്യക്തിപരമായി ഞാൻ ഹൃദയത്തിന് അടിയായിട്ട് നന്ദി അറിയിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരും. ചാറ്റ് ബോക്സിൽ ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചിരിക്കുന്നു കേട്ടോ, അതൊന്ന് നോക്കണേ. BSc സുവോളജി സ്റ്റുഡൻസിന് MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അപ്ലൈ ചെയ്യുവാൻ പറ്റുമോന്ന്? ഹലോ ഞാൻ വായിച്ചുതരാം. വായിച്ചത് കോൾ വന്നാ, സോറി. ഹലോ.
ഹലോ BSc കോൾ വന്നു. സുവോളജി സ്റ്റുഡൻസിന് MSc ഹലോ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഇല്ല പറഞ്ഞോ ഇപ്പം ഹലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ ഹലോ ഓക്കെ. പറഞ്ഞോ. BSc സുവോളജി സ്റ്റുഡൻസിന് MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന്? ഹലോ 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 കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഓക്കെ ഒന്ന് പറയോ. ഓക്കെ. BSc സുവോളജി ഒന്ന് കഴിഞ്ഞ പറയോ. ഹലോ സ്റ്റുഡൻസിന് പറയുന്നുണ്ട്. MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇല്ല. നമ്മുടെ പ്രോസ്പെക്ടസിൽ വ്യക്തമായിട്ട് പറഞ്ഞാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. അതിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഹലോ ബ്രേക്ക് വായിക്കട്ടെ. ആവുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ പറ. കേൾക്കാവുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. ഹലോ ഓക്കെ. നമ്മുടെ ക്ലിയർ ആണ്. MSc ഫുഡ് ടെക്നോളജി അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ എന്താണ് ഫുഡ് ടെക്നോളജി, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, അതേപോലെ തന്നെ എന്താണ് ബയോ കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ എന്താണ് ഇൻകേസ് ഇതൊക്കെ എടുത്ത ഒരാൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം മാത്സ് കമ്പൽസറി ആണ്. ഇതാണ് നമ്മുടെ ഫുഡ് ടെക്നോളജീൻ്റെ ഫുഡ് ടെക്നോളജീൻ്റെ എലിജിബിലിറ്റി ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രോസ്പെക്ടസിൽ പറയുന്നത് വ്യക്തമായിട്ട് കൊടുത്ത കാര്യം. മാത്സ് നിർബന്ധമാണ്. അതേപോലെ തന്നെ എന്താണ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ഫീൽഡിൽ നിന്നായിരിക്കണം ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി. ഹലോ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. ഓക്കെ. ചോദിച്ചോ. ടൈം ഉണ്ട്, പ്രശ്നമില്ല. ഓക്കെ. ചോദിക്കാം. മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എന്നോട് പറയാൻ പറ്റിയതാണ്. ബേസിക്. ഹലോ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. മാത്സിന്റെ കാര്യം എന്നോട് പറയാൻ പറ്റിയതാണ്. മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതൊരു നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വലിയ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വലിയൊരു ടൈം അതിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യൻസ് സാധാരണ കഴിഞ്ഞ വർഷമോ അതിന്റെ മുന്നേ വർഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇൻ കേസ് വന്നാൽ തന്നെ സെറ്റ്, മെട്രിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് ഒക്കെ ഉണ്ടാവില്ല, മീൻ ഡീവിയേഷൻ, ആ ഭാഗത്തുനിന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കൂ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ടൈം എന്ത് ചെയ്യുക, ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. മാത്സ് പോലെയുള്ള സബ്ജക്ട് നോക്കുന്നതിന് പകരം നോക്കണ്ട എന്നല്ല പറയുന്നത്, ഇൻ കേസ് ടൈം ഉണ്ടെങ്കിൽ നോക്കാം. സാധാരണ ഉണ്ടാവാറില്ല. അപ്പം കൂടുതൽ സബ്ജക്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയ സബ്ജക്ട് നോക്കുക. ഓക്കെ അല്ലേ? ഹലോ ഓക്കെ അല്ലേ? അത് ക്ലിയർ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമോ? ഇല്ല. അത് ഈ മാത്സ് പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവും.
മെയിനായിട്ട് നമ്മുടെ ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പേപ്പേഴ്സിൽ ഉണ്ടാവാറ്. ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഈ മാത്സിൽ പെട്ടതാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ ടൈമിൽ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലായി. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ കവർ ചെയ്യുക. മാക്സിമം ഞാൻ പറഞ്ഞൊരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുഡ് ടെക്നോളജി റിലേറ്റഡ് സബ്ജക്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഹലോ, ക്ലിയർ ആയില്ല? ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലേ അത് പെട്ടെന്ന് വെച്ചാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഇനി ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയങ്ങൾ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഓ പറ. ഹലോ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ പിന്നീട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫുഡ് സയൻസ് സർക്കിള്, എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇടാം. അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് സയൻസ് സർക്കിളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള, ഒരുമിച്ച് പഠിച്ച് മുന്നേറാൻ താല്പര്യമുള്ള എല്ലാവരും കോൺടാക്ട് ചെയ്യുക. നിങ്ങളൊരു ഗ്രൂപ്പ് കണ്ടില്ല, അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നന്ദി പറയാൻ വേണ്ടി എക്സൽ ഇന്ത്യ ഡയറക്ടർ അസ്മയെ ക്ഷണിക്കുന്നു. ഹലോ, ഓഡിബിൾ അല്ലേ? ഹലോ, ആണ്. ഓഡിബിൾ ആണ്. ക്ലിയർ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഈ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന് കുറെ കരിയർ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ പലർക്കും അതിനെ കുറിച്ച് അത്ര ധാരണ ഇല്ലായിരുന്നു. എന്തൊക്കെയാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും മീൻസ് ബെസ്റ്റിൽ ഒന്നായിട്ടുള്ളതാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഫുഡ് ടെക്നോളജി ആൻഡ് സയൻസിന് എങ്ങനെ നമുക്ക് അഡ്മിഷൻ നേടാം, അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, അതിന്റെ സിലബസ്, ഫീ സ്ട്രക്ചർ എല്ലാം നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന നമ്മുടെ മെന്റർ നാസിഹിന് യെസിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യെസിന്റെ കീഴിൽ പുതിയ